ഹലോ. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ നല്ല സീസണല്ലേ. അപ്പോൾ നമുക്കിന്നൊരു പൈനാപ്പിൾ വെച്ചിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാം. നല്ല അടിപൊളിയാണ് കേട്ടോ അത്. ഒരു പൈനാപ്പിൾ ഫ്രൈ റെസിപ്പി ഉണ്ടാക്കാൻ പോണേ. ഞാൻ ഇതുപോലൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുമാതിരി കട്ട് ചെയ്യുന്നതാണ് എളുപ്പം. ഇതിൻ്റെ പൈനാപ്പിളിൻ്റെ തൊലി കളയാനായിട്ട് ഏറ്റവും എളുപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ ആവശ്യമുള്ള ഷേപ്പിന് എടുക്കുക നല്ലത്. ഇതൊരു റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തൊലി കളയുമ്പോൾ നമുക്ക് ഒത്തിരി എളുപ്പമാണ്. നമുക്കിതുമാതിരി കട്ട് ചെയ്തെടുക്കാം. ഒരു പൈനാപ്പിളിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലമാതിരി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മുളകിൻ്റെയും മസാല ഉണ്ടല്ലോ, മിക്സർ നമുക്കതിലേക്ക് അല്പം ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതുമാതിരി ഒന്ന് 2 സൈഡും ഒന്ന് തേച്ച് പിടിപ്പിച്ചേക്കണേ. ഇതുമാതിരി 2 വശവും മസാല പുരട്ടി വെക്കണേ. രണ്ട് 4 പീസിലും ഇതുപോലെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ ചേർക്കാം കേട്ടോ. ബട്ടറാണ് നല്ലത്. എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിനേക്കാൾ നല്ല ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ചൂടായി കഴിയുമ്പോൾ ഓരോ പീസായിട്ട് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതൊരു സിമ്പിൾ റെസിപ്പിയാണത്, പക്ഷേ കുറച്ച് ടേസ്റ്റുമാണത്. നമുക്കിനി വെറുതെ കഴിക്കാനായാലും ചോറിൻ്റെ കൂടെ കഴിക്കാനായാലും ഒത്തിരി നല്ല രുചിയാണ് കേട്ടത്. 2 സൈഡും ഇതുവരെ മൂപ്പിച്ചെടുക്കുക. ഇത് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. എളുപ്പം അത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനി അടുത്ത തവണ മറ്റൊരു റെസിപ്പിയായിട്ട് ഞാൻ വരുന്നുണ്ട്. ഓക്കെ. എന്നിട്ട് ഞാനിതൊന്ന് കഴിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നല്ല അടിപൊളി രുചിയാണ്.